അപ്പോഴേ ഞായറാഴ്ച ആയിട്ട് എന്നാ പരിപാടി? എല്ലാവരും കാപ്പിടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നോ? എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുവാണോ? നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഞാൻ ഇപ്പോൾ ഞായറാഴ്ച ആയിട്ട് എനിക്ക് എന്നാ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. പിച്ചാനൊന്ന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല. അപ്പം കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, പിള്ളേർ ഭക്ഷണമൊക്കെ കഴിപ്പ് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നമ്മൾ മൗണ്ട് ഗാംബിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയ വീഡിയോ ആണേ. എന്നാൽ കണ്ടാലോ? വെയിലടിക്കാണ്ടിരിക്കുന്നു, പ്രൊട്ടക്ഷനാണ് കേട്ടോ. എല്ലാവരും ക്ഷീണം പിടിച്ചിറങ്ങുകയാണ്. ഇങ്ങനെ കടലിൻ്റെ തീരത്ത് കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി നല്ല രസമല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കും, ഇതുവരെ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഡ്രൈവിങ്. ഞാൻ ഇതുവരെ പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഈ വർഷത്തെ ഒരു കാര്യം കേട്ടോ, ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് വണ്ടി എടുത്തിട്ടൊറ്റ പോക്ക്, നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് രസമല്ലേ അല്ലേ? ഓരോരോ ആഗ്രഹങ്ങളെ സാധിക്കുമെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ ഓരോ ബക്കറ്റ് ലിസ്റ്റിൽ ഇപ്പം പറഞ്ഞ പോലെ മഞ്ജുവാരിയൊക്കെ ചെയ്ത പോലെ ഞാനും ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്, അതായത് ഡ്രൈവിംഗ് പഠിക്കുക, നീന്തൽ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രേലിയ. ഞാനിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫുള്ള് ഓസ്ട്രേലിയ എന്നൊക്കെ വിചാരിക്കും, ഫുള്ള് ടൗണാന്നൊക്കെയാണ് കേട്ടോ കുറേയൊക്കെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നോക്കത്താ ദൂരത്ത് നമുക്ക് കണ്ണ് പോലും അങ്ങ് വരാത്ത ദൂരത്തിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന പുൽപ്പാടങ്ങളാണ് കുറേ സ്ഥലങ്ങളും, കുറേ അധികം സ്ഥലങ്ങൾ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട്, ഇവിടുത്തെ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഈ പച്ചപ്പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കേട്ടോ, എല്ലാം ബ്രൗൺ കളറായി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പിൻ്റെ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് ജൂൺ ആ ഒരു സമയത്ത്, ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഫുള്ള് പച്ചപ്പായിരിക്കും. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് പച്ചപ്പാടങ്ങൾ പോലെ രസമാണ്. റോഡൊക്കെ ആണെങ്കിൽ നല്ല നേരെ സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷെ നമ്മുടെ അബുദാബി പോലെയല്ല, എങ്കിലും നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് അഡ്ലേഡിൽ നിന്ന് നമ്മുടെ മൗണ്ട് ഗാംബിയറിലേക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. 6 മണിക്കൂർ യാത്ര നമുക്ക് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് വേണം, നല്ല എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തിയിട്ട് പോയപ്പോൾ ഇടയ്ക്ക് എന്താ കാണാനുള്ളത് നോക്കിയപ്പം പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈ കഴുതുവാണെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കരുതിയായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു നമ്മുടെ ഒരു ഹംഗ്രി ജാക്സിൻ്റെ അങ്ങനത്തെ കടകളൊക്കെ നോക്കിയിട്ട് കുറച്ച് ബർഗറും KFC പോലത്തെയുള്ള ബ്രോസ്റ്റ് ചിക്കനൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അല്ലാതെ നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസ് ഒന്നും നമുക്ക് അഡ്ലേഡിൽ നിന്ന് നമുക്ക് മൗണ്ട് ഗാംബിയറിലോട്ട് പോകുന്ന വഴിക്കില്ല. പക്ഷേ മൗണ്ട് ഗാംബിയർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പറഞ്ഞുതരാവേ. അപ്പം ഇതുണ്ടെങ്കിൽ ദൂരെ ഈ കാണുന്നതൊക്കെ ഈ പുല്ലാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്തിനാ ഈ പുല്ലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓരോ ഷേപ്പിലാണ് പുല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് മെഷീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചിലതൊക്കെ സ്ക്വയർ ഷേപ്പിലാണ്, ചിലതൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പുല്ല് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാ വീടുകളിലും എനിക്ക് തോന്നി, പുറത്തോട്ടുള്ള എല്ലാ വീടുകളിലും ഫാമിംഗ് ആണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഫാം ഹൗസുകൾ ഇഷ്ടം പോലെയാണ്, നമുക്ക് കാണാൻ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പശുക്കൾ മേഞ്ഞ് കിടക്കുന്നത്. അത് 1 2 ഒന്നുമല്ല, 100 200 മേലാന്ന് എനിക്ക് തോന്നുന്നത്. കാണുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ അത് ഒരേ കളറായിരിക്കും. കറുപ്പുള്ളിടത്ത് ഫുള്ള് കറുപ്പ്, ബ്രൗൺ കളറുള്ളിടത്ത് ഫുള്ള് ബ്രൗൺ കളർ പശുക്കൾ, പിന്നെ വെള്ള കളറുള്ള പശുക്കൾ, അങ്ങനെ ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് കളറുള്ളതാണ്. അതും കുറേ ഒന്നിനെയും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെന്നല്ലോ, ചുമ്മാ അഴിച്ച് വിട്ടിട്ട് അവർ മേഞ്ഞ് നടന്ന് കഴിക്കുന്നു, അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഞാൻ വേറൊരു വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. സൈഡിലൊക്കെ ആണെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞൊരു സ്ഥലങ്ങളുണ്ട്, അവിടെ പുല്ലിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പുല്ലിൻ്റെ ആവശ്യമില്ല, സ്വന്തമേ ഉണ്ടായി വരുന്ന പുല്ലിടുന്നുണ്ടാവും. എല്ലാം കറുത്ത പശുക്കളാട്ടോ അവിടെ. അപ്പം പുല്ല് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, നല്ല രസമില്ല, നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. നല്ല രസമല്ലേ നമുക്ക് കാണാത്ത കുറേ കാഴ്ചകൾ. പിന്നെയാണെങ്കിൽ ഞാനിവിടെ കണ്ടൊരു കാര്യമാണ്, എല്ലാ സ്ഥലത്തും പുല്ലൊന്നുമല്ല കേട്ടോ. ചില സ്ഥലത്ത് ഇവർ ഗോതമ്പുകൾ നട്ടു വളർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഈ ഗോതമ്പും പുല്ലും തമ്മിലൊന്നും നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ അവിടെ ഒരു വെച്ചിരിക്കുന്ന ചില ബോർഡുകളുടെയൊക്കെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലൊക്കെ നമുക്കത് ഗോതമ്പാന്ന് തിരിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം പുൽപ്പാടമാണ്. അവിടെ എന്തോരം പശുക്കളാണ്, എല്ലാം ഇങ്ങനെ ഓരോ കളറാണ് കേട്ടോ. ഇതെല്ലാം കറുത്ത കളറുകളാണേ. എല്ലാം നല്ല ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒരു ബൗണ്ടറി ആയിട്ടാണ് ചുമ്മാ അഴിച്ചു വിടുന്നു, അവിടെ തന്നെ കഴിക്കുന്നു, അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവരെന്നെ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കാലടക്കം കേൾക്കുമ്പോൾ ഒരു പശു ഓടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും. പേടിയുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്നാണ്ട് വിശേഷമൊക്കെ? ഇഷ്ടപ്പെട്ടോ ഓസ്ട്രേലിയയുടെ കുറേ കാര്യങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടാൽ ചെറിയ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ശരി, മൗണ്ട് ഗാംബിയറിൽ എത്തിയിട്ടുള്ള വീഡിയോ വേറെ ഇടാം കേട്ടോ.